ഏവർക്കും ഗുഡ് ഫ്രൈഡേ ആയിട്ടുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവിക രക്ഷയുടെ പദ്ധതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം എന്നാഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ശാശ്വതമായ പദ്ധതി. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ പറയുന്നു. മനുഷ്യൻ ഒരു ജഡജീവി മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിനായി സൃഷ്ടിക്കപ്പെട്ട ആത്മീയ സൃഷ്ടിയാണ്. ഈ ബന്ധം സ്നേഹത്തിലും അനുസരണയിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതായത് മനുഷ്യന് ദൈവത്തെ അനുസരിക്കാനോ നിരസിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി എന്നുള്ളതാണ് ഈ സൃഷ്ടിയുടെ ഏറ്റവും മണിമകുടമായിട്ടുള്ള രഹസ്യം. ഈ സ്വാതന്ത്ര്യം മനുഷ്യന്റെ മഹത്വമായിരുന്നെങ്കിലും അതേസമയം അതാണ് വീഴ്ചയുടെ വാതിൽ തുറന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ദൈവത്തിന്റെ പദ്ധതി സൃഷ്ടിയോടെ അവസാനിച്ചില്ല. അത് രക്ഷയിലേക്ക് നീങ്ങിയ ഒരു ചരിത്രപരമായ പ്രക്രിയയാണ്. ഈ പദ്ധതി 3 പ്രധാന ഘട്ടങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ക്രിയേഷൻ അഥവാ സൃഷ്ടി, രണ്ടാമതായിട്ട് ഫോൾ അല്ലെങ്കിൽ വീഴ്ച, മൂന്നാമതായിട്ട് റിഡംഷൻ അല്ലെങ്കിൽ വിമോചനം, വീണ്ടെടുക്കൽ. ക്രൂശ് ഈ 3-ൽ അവസാന ഘട്ടമായ വിമോചനത്തിന്റെ അഥവാ വീണ്ടെടുക്കലിന്റെ കേന്ദ്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യന്റെ വീഴ്ചയും അതിന്റെ പ്രതിഫലനങ്ങളെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യന്റെ വീഴ്ച ഒരു ചെറിയ അനുസരണക്കേട് മാത്രമല്ല, അത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ തകർച്ചയാണ്. വീഴ്ചയുടെ പ്രധാന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ആത്മീയമായിട്ടുള്ള മരണം. ദൈവം മുന്നറിയിപ്പ് നൽകിയതുപോലെ നിശ്ചയമായി നീ മരിക്കും, നീ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ള ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം പോലെ അതൊരു ശാരീരികപരമായിട്ടുള്ള മരണത്തെ കാണിക്കുന്നതായിരുന്നില്ല. ആദ്യം അത് ആത്മീയമായിട്ടുള്ള ഒരു വേർപാടല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് മരിച്ചുപോയ ഒരവസ്ഥയാണ്. രണ്ടാമതായിട്ട് കുറ്റബോധവും ലജ്ജയും അതിലൂടെ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ആദം ഹവ്വയുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് അവരൊളിച്ചു, അവര് പാപത്താൽ ഭയമുണ്ടായി, ആ ഭയം അവരെ ഒളിച്ചിരിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ മൂന്നാമതായിട്ട് ബന്ധത്തിന്റെ ഒരു തകർച്ച തൽഫലമായിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ പരിണിതഫലം എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകൽച്ച, മനുഷ്യനും തമ്മിലുള്ള അകൽച്ച, മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയും തമ്മിലുള്ള അകൽച്ച, മനുഷ്യൻ അവനിൽ തന്നെ അകന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ നിന്ന് തന്നെ വേർപെട്ടു പോകുന്ന അവസ്ഥ. അതാണല്ലോ ആത്മഹത്യയിലേക്കൊക്കെ മനുഷ്യനെ നയിക്കുന്ന അവസ്ഥകൾ. നാലാമതായിട്ട് ശാപം. ഭൂമി ശപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പാപത്തിന്റെ പരിണിതഫലമായിട്ട് കാണാൻ കഴിയുന്നത്. തൽഫലമായിട്ട് വേദനയും കഠിനാധ്വാനവും കൂടാതെ മരണവും ലോകത്തിൽ സംഭവിച്ചു. ഇന്ന് നിരപരാധിയായിട്ടുള്ള ആളുകളൊക്കെ കൊല്ലപ്പെടുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ രോഗികളായി തീരുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ദൈവം സ്നേഹവാനാണെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ മനുഷ്യന് തരുന്നു? ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ്. പാപത്താൽ മരണം ലോകത്തിൽ കടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതിന്റെ പാപത്തിന്റെ പരിണിതഫലമായിട്ടുള്ള വേദനയും കഠിനാധ്വാനവും മരണവും ലോകത്തിന്റെ അവസ്ഥയായി മാറി. അടുത്തായിട്ട് ആദ്യ സുവിശേഷം, പ്രോട്ടോ എവൻഗേലിയോം എന്ന് പറയും. അതായത് വീഴ്ചയ്ക്ക് പിന്നാലെ തന്നെ ദൈവം പ്രത്യാശ നൽകുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഇത് പ്രോട്ടോ എവൻഗേലിയം അല്ലെങ്കിൽ ആദ്യ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ 3 പ്രധാന തിയോളജിക്കൽ സത്യങ്ങൾ നമുക്ക് കാണാം. ദൈവശാസ്ത്രപരമായിട്ടുള്ള 3 സത്യങ്ങൾ. 1, ഒരു രക്ഷകൻ വരും. 2, അവൻ ദുഷ്ടശക്തിയെ ജയിക്കും. 3, വിജയം മരണത്തിലൂടെ ആയിരിക്കും, അഥവാ ക്രൂശിലൂടെ ആയിരിക്കും വിജയാളിയായി തീരുക എന്നുള്ള ചരിത്രം. അടുത്തായിട്ട് പഴയ നിയമം. ഒരു വാഗ്ദാന ചരിത്രമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമം വെറും നിയമങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒരു സമാഹാരം മാത്രമല്ല, അത് ഒരു ക്രമീകൃത വെളിപ്പാടാണ്. പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയും. ദൈവം ക്രമേണ തൻ്റെ രക്ഷാ പദ്ധതിയെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനകത്തെ പ്രധാന ഘട്ടങ്ങൾ, ഒന്നാമതായിട്ട് ഏബ്രഹാമിക് കവനന്റ് അല്ലെങ്കിൽ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ നിയമം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾക്കത് കാണാൻ സാധിക്കും. നിന്റെ സന്തതിയാൽ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും.
അബ്രഹാമിന്റെ സന്തതി നിമിത്തം ഭൂമിയിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവിക വാഗ്ദത്തം. യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുവലകയായിരുന്നു ആ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വലിയ മുന്നറിയിപ്പുകൾ. രണ്ടാമതായിട്ട് പെസഹ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ വലിയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. പെസഹായെക്കുറിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ ആ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ദയവുണ്ടായിട്ട് അത് കാണുകയും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദയവുണ്ടായിട്ട് നിങ്ങളുടെ സ്നേഹിതരുമായിട്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ടും നിങ്ങളുടെ ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യുകയും, നിങ്ങൾ ഇതുവരെ ഇതിനെ ലൈക്ക് അടിക്കുകയോ കമൻസുകളൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ നല്ല പോസിറ്റീവ് കമൻസുകൾ എഴുതുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് മോശയുടെ നിയമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. പാപത്തിന്റെ ഗൗരവത്തെ കാണിക്കുന്നതായിരുന്നു മോശയ്ക്ക് ദൈവം നൽകിയതായിട്ടുള്ള നിയമാവർത്തനങ്ങളെല്ലാം തന്നെ. ക്രൂശിന്റെ ആവശ്യത്തെക്കുറിച്ച് അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അടുത്തത് ദാവീദിന്റെ രാജ്യത്വത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അതൊരു ശാശ്വത രാജാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു അത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത യേശു ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ആ വീഡിയോയിൽ യേശു ക്രിസ്തു ആരായിരുന്നു, അവരുടെ രാജാധികാരം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതും ദയവുണ്ടായിട്ട് കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ മുന്നറിയിപ്പുകൾ നമുക്ക് തരികയാണ്. യേശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിലെ ആ കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വിവരണങ്ങളെല്ലാം തന്നെ ഒരു ടൈപ്പോളജി ആയിട്ടുള്ള എല്ലാം തന്നെ യേശു ക്രിസ്തുവിൽ നിവൃത്തിയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പോളജി അല്ലെങ്കിൽ ഒരു ക്രൂശിന്റെ നിഴലുകളാണ് നമുക്ക് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. പഴയ നിയമത്തിലെ പല സംഭവങ്ങളും അതൊരു രൂപകങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ആയിരുന്നു. അത് വരുവാൻ പോകുന്ന കാര്യങ്ങളുടെ നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. പഴയ നിയമം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിന്റെ ഉദാഹരണമാണ് പസക അല്ലെങ്കിൽ പെസഹ, ആട്ടിൻകുട്ടി, ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ. അത് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ അല്ലെങ്കിൽ യെഹിയാ നബി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് യാഗമൃഗം, ക്രൂശ്, മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഈ യേശുവിൻ്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ യാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം അതിനകത്തെ യാഗമൃഗവും അതിനകത്തെ ക്രൂശും അതിനകത്തെ മഹാപുരോഹിതനും ഇതെല്ലാം ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മാത്രമല്ല തിരശീല ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ നിഴലായിരുന്നു എന്ന് നമുക്കറിയാം. ആ തിരശീല അതിൻ്റെ മോൾ തൊട്ട് അടിയോളം ചിന്തിപ്പോയി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, യേശുവിൻ്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട അല്ലെങ്കിൽ തകർക്കപ്പെട്ട, അത് നമുക്ക് വേണ്ടി രണ്ടായി തീർന്ന അല്ലെങ്കിൽ പ്രഹരമേറ്റതിനെ കാണിക്കുന്നതാണ്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയാലിറ്റി എന്നുള്ളത് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും. ക്രൂശ് മനസ്സിലാക്കാനായിട്ട് രണ്ട് പ്രധാന ദൈവ ഗുണങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവത്തിന്റെ നീതി അഥവാ ഗോഡ്സ് ജസ്റ്റിസ്. പാപം ശിക്ഷിക്കപ്പെടണം, പാപത്തിന്റെ ശമ്പളം മരണം. കാരണം ദൈവം നീതിമാനാണ്. അപ്പോൾ ദൈവം നീതി നിർവഹിച്ചേ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സ്നേഹം, ദ ലവ് ഓഫ് ഗോഡ്. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമുള്ളപ്പോൾ തന്നെ മനുഷ്യൻ നശിക്കണം അല്ലെങ്കിൽ മനുഷ്യൻ മരിക്കണമെന്നുള്ള ന്യായപ്രമാണവും ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവത്തിന്റെ നീതിയായിട്ട് അത് കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ നശിച്ചു കഴിഞ്ഞാൽ, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ വീണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ദൈവസ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് ക്രൂശിൽ വെളിപ്പെടുന്നത്. അപ്പൊ ക്രൂശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയുടെയും ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും പ്രതീകമാണ്. ഒരുമിച്ച് രംഗപ്രവേശനം ചെയ്യുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത് ചരിത്രവും തത്വശാസ്ത്രപരവുമായിട്ടുള്ള ഒന്നാണ്. ക്രൂശ് ഒരു ചരിത്ര സംഭവമാണ്. അത് നമുക്കറിയാം. റോമൻ എക്സിക്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് ആ കാലഘട്ടം വരെ, യേശുവിൻ്റെ കാലഘട്ടം വരെയും ഈ റോമാക്കാര് അങ്ങനെ ക്രൂശിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ആ കാലഘട്ടം 1-ാം നൂറ്റാണ്ട് മുതലാണ് ക്രൂശീകരണം വരുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം തത്വശാസ്ത്രപരമായിട്ടുള്ള ഒന്നാണ്. അത് യേശു ക്രൂശിൽ മരിച്ചു. അതിൻ്റെ തത്വശാസ്ത്രം, അവൻ മരിച്ചത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതാണ് അതിനകത്തെ ഫിലോസഫി.
ആ ഫിലോസഫിയിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. എന്താണത്? ക്രൂശ് രക്ഷയുടെ കേന്ദ്രമാണ്. പുതിയ നിയമം മുഴുവനും ക്രൂശിനെ ചുറ്റിപ്പറ്റിയാണ്. സുവിശേഷങ്ങൾ ക്രൂശിലേക്കുള്ള യാത്രയാണെങ്കിൽ, ലേഖനങ്ങൾ ക്രൂശിന്റെ അർത്ഥം നമുക്ക് വെളിപ്പെടുത്തുന്നതാണെങ്കിൽ, വെളിപാട് പുസ്തകം ക്രൂശിന്റെ വിജയത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യന്റെ വീഴ്ചയിൽ അവസാനിച്ചില്ല. ക്രൂശിൽ ദൈവത്തിന്റെ നീതി നിറവേറ്റപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയായിരുന്നു. മനുഷ്യനെ രക്ഷിക്കുകയായിരുന്നു. അത് നാം വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായിട്ടുള്ള രക്ഷിതാവിനെ കണ്ടെത്തുവാൻ തൊക്കെയാണ് നമുക്ക് സമർപ്പിക്കാം. ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ അവൻ മതിയായവനാണ്. അവനിൽ നമുക്ക് സമർപ്പിക്കാം. നന്ദി, നമസ്കാരം.